ലോകത്തെ കണ്ണീർ ചിരിയുടെ മാന്ത്രികതയിൽ അലിയിച്ച നടന വിസ്മയം. ഇറുകിയ കോട്ടും അയഞ്ഞു തൂങ്ങിയ പാൻസും വലിയ ഷൂസും ഇട്ട് തലയിൽ ബൗളർ തൊപ്പിയും ചൂടി കയ്യിലൊരു നീളൻ വടിയുമായി സമൂഹത്തിന്റെ ആഡംബരാസക്തിയെ തന്റെ വേഷവൈകൃതം കൊണ്ട് കാർക്കിച്ചു തുപ്പിയ കലാപകാരി. ആധുനിക കാലത്തിന്റെ കാപട്യങ്ങളെ ചിരിയുടെ സ്ഫോടകക്കൂടിൽ പൊതിഞ്ഞ് മനുഷ്യഹൃദയത്തിലേക്ക് എറിഞ്ഞു തകർത്ത പ്രവാചകൻ. ചലച്ചിത്രത്തിന്റെ വ്യാകരണത്തെ കവിതയായും കനലായും രൂപപ്പെടുത്തിയ മനുഷ്യ കഥാനുഗായകൻ. ദാരിദ്ര്യത്തിന്റെയും കണ്ണുനീരിന്റെയും നരകയാതനയിൽ നിന്ന് അതിസമ്പന്നതയിലേക്ക് വളർന്ന ഒരു ജീവിത കഥയിലെ നായകൻ. ജീവിതത്തിന്റെ വേഷപ്പകർച്ചകളിൽ സ്വയം അറിയാതെ ഇടറി വീണ ഈ മഹാനടന്റെ ജീവിതം ഏതു ചലച്ചിത്രത്തെയും വെല്ലുന്ന വൈകാരിക മുഹൂർത്തങ്ങളുടെയും നാടകീയ സംഘർഷങ്ങളുടെയും വേദിയായിരുന്നു. പെയ്തൊഴിയാതെ നിന്ന ദുഃഖമേഘങ്ങളുടെ അതിരിടാത്ത ആകാശമായിരുന്നു ചാർലി ചാപ്ലിൻ. ഗോതിക് വാസ്തുവിദ്യ ചേതോഹരമാക്കിയ തെക്കൻ ലണ്ടനിലെ വാൾവർത്തിൽ 1889 ഏപ്രിൽ 16 ചാർലി ചാപ്ലിന്റെ ജനനം. ബ്രിട്ടനിലെ നാടകവേദികൾക്ക് സുപരിചിതയായ നടിയായിരുന്നു ചാർലി ചാപ്ലിന്റെ മാതാവ് ഹന്ന ഹിൽ. മികച്ച ഗായകനും ഹാസ്യ നടനുമായിരുന്നു പിതാവ് ചാൾസ് ചാപ്ലിൻ. ആഫ്രിക്കയിൽ വെച്ചാണ് ഹന്നയുടെ ആദ്യ പുത്രൻ സിഡ്നി ജനിക്കുന്നത്. കുഞ്ഞു ചാപ്ലിന് 1 വയസ്സ് പിന്നിടുമ്പോഴേക്കും അവന്റെ അച്ഛനമ്മമാർ വേർപിരിഞ്ഞു. വേദിയിൽ ജ്വലിച്ചു നിന്ന ഹന്നയുടെ നല്ല കാലവും സ്വച്ഛസുന്ദരമായ ചാർലിയുടെ ബാല്യകാലവും അപ്രതീക്ഷിതമായി അവരെ വേർപെടുത്താൻ ആരംഭിച്ചു. ചുട്ടുപൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെയും ദാരിദ്ര്യത്തെയും അതിജീവിക്കാൻ തൻ്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മറന്ന് ഹന്ന വീണ്ടും വേദിയിലെത്തി. അരങ്ങിൽ അമ്മയുടെ പ്രകടനം കാണാൻ അന്ന് 5 വയസ്സുകാരൻ ചാർലിയും ഉണ്ടായിരുന്നു. പാടി അഭിനയിക്കുന്നതിനിടെ ഹന്നയുടെ സ്വരമിടറി. തൊണ്ടയിൽ കുരുങ്ങിയ വാക്കുകൾ വെറും പെറുപെറുക്കലായി. കാണികൾ കൂകി ആർക്കുന്നതിനിടയിൽ ഹന്ന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഹന്നയുടെ പരാജയം കാണികൾ ആഘോഷിക്കുന്നതിനിടയിൽ ചാർലി വേദിയിലേക്ക് ഓടിക്കയറി. അക്കാലത്തെ നാടകവേദികൾക്ക് സുപരിചിതമായിരുന്ന ജാക്ക് ജോൺ വെൽ എന്ന് തുടങ്ങുന്ന ഗാനം അവൻ കാണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഒരു നിമിഷം തൻ്റെ സമ്പാദ്യം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം വേദിയിലെത്തി അവൻ പാട്ട് തുടർന്നു. പ്രശസ്ത നാടക നടന്മാരുടെ പാട്ടും അഭിനയവും ചാർലി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ശബ്ദമിടറി വേദിയിൽ നിന്നിറങ്ങിപ്പോയ അമ്മയെപ്പോലും അവൻ അനുകരിക്കാൻ തയ്യാറായി. പ്രേക്ഷകരെ കയ്യിലെടുത്ത ചാർലി വേദിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഹന്ന അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി 2 കൈകളും കൊണ്ട് അവനെ വാരിയെടുത്തു. ഇത് ഹന്നയുടെ അവസാന രംഗപ്രവേശമായിരുന്നു. ചാർലി ചാപ്ലിന് ആദ്യത്തേത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ. നാടകത്തിനു വേണ്ട ഉടയാടകൾ സ്വയം തുന്നിയിരുന്ന അവൾ ചേരി നിവാസികൾക്കു വേണ്ടി വസ്ത്രം തുന്നാൻ ആരംഭിച്ചു. പക്ഷേ ഈ തൊഴിലിലൂടെ ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ചാർലിയുടെ അമ്മ നന്നേ പാടുപെട്ടു. ദാരിദ്ര്യം കലശലായപ്പോൾ ചാർലിയും ഒരു വർക്ക് ഹൗസിൽ ജോലിക്ക് പോയി തുടങ്ങി. പുലരും മുതൽ വൈകുന്നേരം വരെ കുഞ്ഞു ചാർലി ജോലി ചെയ്തു. വൈകുന്നേരങ്ങളിൽ വർക്ക് ഹൗസ് മാനേജർ ഭിക്ഷ പോലെ വെച്ചു നീട്ടിയ നാണയങ്ങൾ കൊണ്ട് അവൻ അമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. മഞ്ഞുകാലം വന്നെത്തിയതോടെ ചാർലിയുടെ കുടുംബത്തിന്റെ ദുരിതമേറി. പട്ടിണിയുടെ ആ ദിനങ്ങളിൽ ചാർലിയെ ഉറക്കുവാൻ ഹന്ന അവന് ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുത്തു. ഒന്നിനു പിറകെ ഒന്നായി ഹന്നയെ വേട്ടയാടിയ രോഗങ്ങൾ ഈ കുടുംബത്തെ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടു. തവണ വ്യവസ്ഥയിൽ വിലയടയ്ക്കാമെന്ന ഉറപ്പിൽ വാങ്ങിയ തുന്നൽ മെഷീൻ വിൽപ്പനക്കാരൻ തിരികെ എടുത്തുകൊണ്ടുപോയി. വിശപ്പ് 3 ശരീരങ്ങളെ കാർന്നു തിന്നുന്ന അവസ്ഥ. വിശന്ന് തളർന്നുറങ്ങുന്ന മക്കളെ കണ്ട് ഹന്നയുടെ ഹൃദയം തകർന്നു. ലാംബത്ത് നഗരസഭയുടെ സഹായം തേടിയ ഹന്നയെയും മക്കളെയും
അവർ സർക്കാർ അഗതി മന്ദിരത്തിലേക്ക് അയച്ചു. അരവയർ ആഹാരത്തിനു വേണ്ടി ചാർലിയും അമ്മയും വേർപിരിഞ്ഞു. അമ്മയ്ക്കൊപ്പം പോകണമെന്ന ചാർലിയുടെ വാശിയും കണ്ണീരും അംഗീകരിക്കാൻ അധികൃതർ ഒരുക്കമായിരുന്നില്ല. അമ്മയുടെ വേർപാട് കുഞ്ഞു ചാർലിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. പക്ഷേ ഏറെക്കാലത്തിനു ശേഷം ലഭിച്ച രുചികരമായ ബ്രെഡ് അവന്റെ ദുഃഖത്തെ പതുക്കെ അലിയിച്ചില്ലാതാക്കി. ഒരാഴ്ചയ്ക്ക് ശേഷം അനാഥ മന്ദിരത്തിലെ സന്ദർശക മുറിയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ കുഞ്ഞു ചാർലിയും സിഡ്നിയും വാവിട്ട് നിലവിളിച്ചു. അവൾക്കും കണ്ണീരടക്കാനായില്ല. ഏറെ താമസിയാതെ വീണ്ടും ഒരുമിച്ച് താമസിക്കാൻ കഴിയുമെന്ന് ആശ്വസിപ്പിച്ച് ഹന്ന മക്കളെ വീണ്ടും കുട്ടികളുടെ വാർഡിലേക്ക് മടക്കി അയച്ചു. ഈ അനാഥാലയത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ചാർലി. അതുകൊണ്ട് തന്നെ അധികൃതരുടെ വാത്സല്യം ആവോളം ആസ്വദിക്കാൻ അവന് കഴിഞ്ഞു. അനാഥാലയത്തിൽ 3 ആഴ്ച പിന്നിട്ടതോടെ ചാർലിയെയും സഹോദരനെയും ഹാൻവെൽ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചു. അനാഥ കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള വിദ്യാലയമായിരുന്നു അത്. ഏതാനും ആഴ്ചകൾ കൂടി പിന്നിട്ടതോടെ ഹന്ന വാക്കുപാലിച്ചു. കെന്നിങ്ടൺ പാർക്കിന് സമീപമുള്ള ഒരു വീട്ടിൽ ഹന്നയും 2 മക്കളും താമസമാക്കി. അമ്മയുമൊത്തുള്ള ജീവിതം ചാർലിയെ സന്തോഷത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിച്ചു. ചാർലിയുടെ ജീവിതത്തിലെ സുവർണകാലമായിരുന്നു ഇത്. വാടക കൊടുക്കാനും മക്കളുടെ വിശപ്പകറ്റാനും ഹന്ന ഏറെ പണിപ്പെട്ടു. വാടക നൽകാൻ കഴിയാതിരുന്ന ഈ അമ്മയെയും മക്കളെയും പലരും തങ്ങളുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു. തലചായ്ക്കാൻ ഒരിടമില്ലെങ്കിലും 3 പേരും ഒരുമിച്ചാണല്ലോ എന്നത് മാത്രമായിരുന്നു ഹന്നയ്ക്ക് ആശ്വാസം. ഒരു ജോലിക്കായുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ചാർലി കെന്നിങ്ടൺ ടൗണിലെ ഒരു ഡോക്ടറുടെ പരിചാരകനായി. ആശുപത്രിയിലെ മുറികളും ജനാലകളും ഗ്ലാസും തുടച്ച് വൃത്തിയാക്കുന്നത് ഒരു 10 വയസ്സുകാരന് അത്ര എളുപ്പമായിരുന്നില്ല. ചാർലിയെ കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യിക്കുന്നത് പാതകമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അവനെ തന്റെ വീട്ടുജോലിക്കാരനാക്കി. ഏറെ പരിചാരകരുണ്ടായിരുന്ന ആ വീട്ടിൽ ചാർലിക്ക് അധികം ജോലി ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ വികൃതികളും ഉദാസീനതയും ഇഷ്ടപ്പെടാതെ ഡോക്ടറുടെ ഭാര്യ ചാർലിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. പിന്നീട് ഒരു അച്ചടിശാലയിലെ ജീവനക്കാരനായി ചാർലി ജോലി സ്വീകരിച്ചു. വലിയ അച്ചടി യന്ത്രങ്ങൾ തുടച്ചു വൃത്തിയാക്കുക അനായാസമായിരുന്നില്ല. പക്ഷേ ജീവിത ചെലവുകളുടെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന അമ്മയെ സഹായിക്കാൻ ചാർലിക്ക് ഇതല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. സിഡ്നിക്ക് ഒരു കപ്പലിൽ കുഴലൂത്തുകാരനായി ജോലി ലഭിച്ചതോടെ അച്ചടിശാലയിലെ ജോലി ചാർലി രാജിവെച്ചൊഴിഞ്ഞു. കപ്പലിൽ നിന്ന് സിഡ്നി എത്തും വരെ ജീവൻ പിടിച്ചു നിർത്തുക പോലും ഇവർക്ക് മുന്നിൽ വെല്ലുവിളിയായി. സാധാരണ തിരികെ എത്താറുള്ള ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സിഡ്നി എത്താതിരുന്നത് ഹന്നയെ കൂടുതൽ വിഷമിപ്പിച്ചു. സിഡ്നിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ എന്നവൾ ഭയപ്പെട്ടിരുന്നു. സിഡ്നിയുടെ വിവരമാരാഞ്ഞുകൊണ്ട് ഹന്ന കപ്പൽ കമ്പനിക്ക് അയച്ച കത്തിന് അധികം താമസിയാതെ മറുപടിയെത്തി. രക്തവാതം മൂർച്ഛിച്ച് സിഡ്നി അത്യാസന്ന നിലയിലാണെന്ന സന്ദേശമായിരുന്നു അത്. കത്തിലൂടെ കണ്ണോടിച്ച ഹന്ന ഒരു നിമിഷം പകച്ചു നിന്നു. സിഡ്നിയുടെ രോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഹന്നയെ ശാരീരികമായും മാനസികമായും അസ്വസ്ഥയാക്കി. സിഡ്നിയുടെ വരവും കാത്ത് മണിക്കൂറുകളോളം ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരുന്ന അവൾക്ക് തൻ്റെ മനസ്സിനുമേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. വീട്ടിൽ എന്തോ അത്യാഹിതം സംഭവിച്ചതായി ചാർലിക്ക് തോന്നി. കളി മതിയാക്കി വീട്ടിലേക്ക് നടക്കുമ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, "ചാർലി, നിന്റെ അമ്മയ്ക്ക് ഭ്രാന്തായിരിക്കുന്നു." അന്ന. എന്തോ ചിന്തയിൽ മുഴുകിയിരുന്ന അമ്മയെ അവൻ കുലുക്കിയുണർത്തി. ഹന്നയ്ക്ക് മാനസികാസ്വാസ്ഥ്യം കലശലാണെന്നും ശാരീരിക ദൗർബല്യമുണ്ടെന്നും ചെസ്റ്റർ തെരുവിലെ ഇടവക ഡോക്ടർ വിധി എഴുതി.
അമ്മയുടെ വിവരമറിഞ്ഞ് സിഡ്നി ആകെ തളർന്നുപോയി. സിഡ്നിയും ചാർലിയും ആശുപത്രിയിലെത്തി അമ്മയെ കണ്ടു. അമ്മ സുഖമായെത്തുന്നതോടെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു വീട്ടിലേക്ക് മാറാൻ കഴിയുമെന്ന് പറഞ്ഞ് സിഡ്നി അമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്ന് ചാർലിക്ക് തോന്നി. തനിക്ക് 14 വയസ്സായിരിക്കുന്നു. ഒരു നടനാകണമെന്ന ആഗ്രഹം പൂർത്തീകരിക്കാൻ സമയമായി. പടിഞ്ഞാറൻ ലണ്ടനിലെ ബെഡ്ഫോർഡ് സ്ട്രീറ്റിലുള്ള ബ്ലാക്ക്മോർ നാടക ഏജൻസിയിൽ ബാലനടനാകാനുള്ള ആഗ്രഹം അറിയിച്ച് ചാർലി പേര് നൽകി. ഏതാനും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ചാർലിയെ തേടി ഒരു തപാൽ വന്നു. എത്രയും വേഗം ബ്ലാക്ക്മോർ നാടക ഏജൻസിയിൽ എത്തിച്ചേരാനുള്ള അറിയിപ്പായിരുന്നു ഇത്. സിഡ്നിയോട് വിവരം പറഞ്ഞ ശേഷം ചാർലി അന്നു തന്നെ ബ്ലാക്ക്മോറിലേക്ക് യാത്ര തിരിച്ചു. ഏറെ നാളായി മനസ്സിൽ പേർക്കൊണ്ട് നടന്ന ആഗ്രഹം സഫലമാകാൻ പോകുന്നു. 1903 ജൂലൈയിൽ നാടകം വേദിയിലെത്തി. സമ്മയുടെ വേഷം അവതരിപ്പിച്ച ചാർലി പ്രേക്ഷകരുടെയും നാടക നിരൂപകരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും നാടകം 2 ആഴ്ചയ്ക്കകം അരങ്ങിൽ നിന്ന് അപ്രത്യക്ഷമായി. പത്രങ്ങളിൽ ചാർലിയുടെ അഭിനയ മികവിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഈ കുട്ടിയെ നേരത്തെ കണ്ടിട്ടില്ല, എന്നാൽ ഇവനെക്കുറിച്ച് മഹത്തായ കാര്യങ്ങൾ കേൾക്കാനിട വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഒരു പത്രലേഖകൻ എഴുതി. ചാർലിയുടെ കഴിവ് അംഗീകരിക്കപ്പെട്ടതിൽ ചാർലിയേക്കാൾ സന്തോഷം സിഡ്നിക്കായിരുന്നു. അനുജന്റെ അഭിനയ മികവിനെ വാഴ്ത്തിയ 1 ഡസൻ പത്രങ്ങൾ സിഡ്നി ഒരു നിധി പോലെ വാങ്ങി സൂക്ഷിച്ചു. ആദ്യ കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ചാർലിക്ക് അനുഗ്രഹമായി. ഫ്രോഹ്മാൻസ് കമ്പനി നിർമ്മിക്കുന്ന കുറ്റാന്വേഷണ നാടകം ഷെർലക് ഹോംസിൽ സെയിന്റ് ബെറി തന്നെ ചാർലിക്ക് ഒരു വേഷം പറഞ്ഞുറപ്പിച്ചു. ഷെർലക് ഹോംസിന്റെ സഹായിയായ ബില്ലിയെ അവതരിപ്പിക്കുകയെന്ന ദൗത്യം ചാർലി ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. 3 രാജ്യങ്ങളിൽ നാടക പര്യടനത്തിന് കരാറുറപ്പിച്ചിരുന്ന ഫ്രോഹ്മാൻസ് കമ്പനിക്കൊപ്പം യാത്രയാകും മുമ്പ് ചാർലി അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ തീരുമാനിച്ചു. ചാർലിയിലെ നടനെ പ്രേക്ഷകന്റെ അഭിരുചികൾക്കനുസരിച്ച് അനുവാദപ്പെടുത്തിയ നാടകകാലത്തിന് തുടക്കമായി. നിരന്തരമായ നാടക പര്യടനങ്ങൾ, നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, വേദികളിൽ നിന്ന് വേദികളിലേക്ക്. ഷെർലക് ഹോംസിലെ ബില്ലിയുടെ വേഷം സെയിന്റ് ബെറിക്കൊപ്പം അഭിനയിച്ച് ചാർലി അവിസ്മരണീയമാക്കി. വില്യം ഗില്ലറ്റിനൊപ്പം നാടകത്തിൽ വേഷം അണിയുക എന്നത് ഇംഗ്ലണ്ടിലെ ഏത് നാടക പ്രവർത്തകനെയും പ്രലോഭിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ചാർലി ഗില്ലറ്റിൻ്റെ നാടക കമ്പനിക്കൊപ്പം ചേർന്നു. ഇതൊരു നാടക നടനെന്ന നിലയിൽ ചാർലിയെ കൂടുതൽ പ്രശസ്തനാക്കി. അടുത്ത വർഷം ഗില്ലറ്റിൻ്റെ ക്ലാരിസ് എന്ന നാടകത്തിൽ അഭിനയിക്കാനുള്ള കരാറിലും അവൻ ഒപ്പുവെച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചാർലി ചാപ്ലിൻ കാർണോ കമ്പനിയിലെ പ്രധാന ഹാസ്യ നടനായി. കാർണോയുടെ നാടക പര്യടനത്തിനൊപ്പം ചാർലി പാരീസിലേക്ക് യാത്രയായി. ആനന്ദകരമായിരുന്നു പാരീസിലെ ജീവിതം. അമേരിക്കയിലെ പര്യടനം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഇവിടുത്തെ നാടകവേദികളിൽ ചാർലി ചാപ്ലിൻ ഒരു തരംഗമായി മാറിയിരുന്നു. താരപരിവേഷത്തോടെ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തിയ ചാർലിയെ കാത്തിരുന്നത് മരങ്ങുകൾ കീഴടക്കി നാടക പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അമേരിക്ക ഒരു പ്രലോഭനം പോലെ ചാർലിക്ക് മുന്നിൽ നിറഞ്ഞു നിന്നു. ചാർലി എന്ന നടനെ ഉപയോഗപ്പെടുത്തി ലാഭം കൊയ്യാൻ ഇംഗ്ലണ്ടിനേക്കാൾ മികച്ച സ്ഥലം അമേരിക്കയാണെന്ന് റീവ്സിൻ്റെ അഭിപ്രായം ഫ്രെഡ് കാർണോയും അംഗീകരിച്ചതോടെയായിരുന്നു ചാർലിയുടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം. 1913 സെപ്റ്റംബറിൽ ചാർലി അമേരിക്കൻ തീരമണഞ്ഞു. കപ്പലിൽ നിന്നും ഒരു ചെറു ബോട്ടിലെത്തി തീരത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ചാർലി പറഞ്ഞു, ഞാനിതാ അമേരിക്ക കീഴടക്കാൻ പോകുന്നു. അമേരിക്കയെയും ലോകത്തെ തന്നെയും ചലച്ചിത്രത്തിൻ്റെ കറുപ്പും വെളുപ്പും കൊണ്ട് കീഴടക്കുന്ന ചരിത്രസന്ധിയിലേക്ക് ചാർലി ചുവട് വെച്ചു.
കാർണോയുടെ നാടകങ്ങളിലൂടെ അമേരിക്കയിലെ നാടും നഗരവും കീഴടക്കിക്കൊണ്ട് അരങ്ങിൽ അവർ കണ്ട ഏറ്റവും മികച്ച ഹാസ്യ നടനായി ചാർലി ചാപ്ലിൻ മാറി. എവിടെയും ആരാധകർ, കൈനിറയെ പണം, പട്ടിണിയും പരിവട്ടവുമില്ലാത്ത ജീവിതം. പക്ഷേ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ദാരിദ്ര്യം പണമില്ലായ്മയല്ലെന്നും അറിവില്ലായ്മയാണെന്നുമുള്ള സത്യം ന്യൂയോർക്കിലെ ജീവിതകാലത്ത് ചാർലി മനസ്സിലാക്കി. ആംസ്റ്റർ ഹോട്ടൽ മുറിയിലെ ഏകാന്തവാസകാലത്ത് ചാർലി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. 1914 ജനുവരി ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ ചാപ്ലിൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു. ഹെൻറി ലെഹ്മാൻ സംവിധാനം ചെയ്ത മേക്കിംഗ് എ ലിവിംഗ് എന്ന ചിത്രമായിരുന്നു ഇത്. 1914 ഫെബ്രുവരി 2 ചിത്രം പ്രദർശനത്തിനെത്തിയപ്പോൾ ചാപ്ലിൻ നിരാശനായി. പക്ഷേ ചിത്രത്തിൽ ചാർലി ചാപ്ലിൻ്റെ പ്രകടനത്തെ പത്രങ്ങൾ പുകഴ്ത്തി. ക്യാമറയുടെ മുന്നിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ രണ്ടാം വരവ് സംഭവബഹുലമായിരുന്നു. മാർക്ക് സെനറ്റിൻ്റെ നേതൃത്വത്തിൽ മേബൽ സ്ട്രേഞ്ച് പ്രെഡിക്കമെൻ്റ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. ഒരു ഹോട്ടലിൻ്റെ സന്ദർശക മുറിയാണ് രംഗം. മാർക്ക് സെനറ്റ് തന്നെ കാണും വിധമാണ് ചാപ്ലിൻ്റെ നിൽപ്പ്. ചിത്രത്തിൽ തമാശ ഉൾപ്പെടുത്താൻ സമയമായെന്ന് തോന്നിയ സെനറ്റ് ചാർലിയോട് വേഗം മേക്കപ്പിട്ട് വരാൻ ആവശ്യപ്പെട്ടു. തമാശ വേണം, വേഷം എന്തായാലും മതി എന്നായിരുന്നു സെനറ്റിൻ്റെ നിലപാട്. സന്തോഷത്തോടെ ചമയമുറിയിലേക്ക് ഓടുന്നതിനിടയിൽ പരസ്പര വൈരുദ്ധ്യമുള്ളതെന്തെങ്കിലും തൻ്റെ വേഷത്തിലുണ്ടാവണമെന്ന് ചാപ്ലിൻ ഉറപ്പിച്ചു. അയഞ്ഞു തൂങ്ങിയ പാൻസും ഇറുകിയ കോട്ടും ബൗളർ തൊപ്പിയും വലിയൊരു ഷൂസും കയ്യിൽ ചൂരൽ വടിയുമായി ചാപ്ലിൻ വേഷപ്പകർച്ച നടത്തി. പ്രായം തോന്നിക്കാനായി ഒരു മുറിമീശയും ഒട്ടിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം ഒരു ഊരുതെണ്ടിയുടെ ഭാവപ്പകർച്ചയിൽ ചാർലി ചമയമുറിയിൽ നിന്ന് പുറത്തു വന്നു. ലോകം കീഴടക്കാൻ. ദേശകാലങ്ങളെ അതിജീവിച്ച ഒരു ഊരുതെണ്ടിയുടെ പിറവിയായിരുന്നു ഇത്. വടിയും ചുഴറ്റി ചാപ്ലിൻ താളാത്മകമായ ചുവടുകളോടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് നടക്കുമ്പോൾ സെനറ്റിൽ നിന്നും അടക്കാൻ ശ്രമിച്ച ചിരി പുറത്തു ചാടി. തൻ്റെ കഥാപാത്രത്തിന് തെണ്ടിയായും മാന്യനായും കവിയായും സ്വപ്നജീവിയുമായൊക്കെ ഒരേ സമയം മാറാൻ കഴിയുമെന്ന് ചാപ്ലിൻ സെനറ്റിനോട് പറഞ്ഞു. ഹോട്ടലിലെ സന്ദർശക മുറിയിൽ ആൾമാറാട്ടം നടത്തിയെത്തുന്ന ഒരു തെണ്ടിയെ ചാർലി സ്വമേധയാ ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കഥയോ കൂടെ അഭിനയിക്കാൻ കഥാപാത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ചാപ്ലിൻ ഷൂട്ടിംഗ് കണ്ടു നിന്നവരെ കുടുകുടെ ചിരിപ്പിച്ചു. അന്നു മുതൽ ചാർലി ചാപ്ലിൻ തൻ്റെ അടുത്ത ചിത്രത്തിനുള്ള കഥയൊരുക്കി തുടങ്ങി. കോട്ട് ഇൻ ദി റെയിൻ അമേരിക്കയെമ്പാടുമുള്ള പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഒരു ഹാസ്യ നടൻ്റെ പുറന്തോടുകൾക്കുള്ളിൽ നിന്നും ലോകത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി. ലോകപ്രസിദ്ധനായ ചലച്ചിത്രകാരനായി ചാർലി ചാപ്ലിൻ്റെ വളർച്ച ഇവിടെ നിന്നും ആരംഭിക്കുകയായിരുന്നു. ജീവിതത്തിന് വെള്ളിത്തിരയിൽ ചാർലി ചാപ്ലിൻ നൽകിയ ദൃശ്യവ്യാഖ്യാനങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും ചാപ്ലിൻ്റെ പ്രശസ്തി അനുദിനം വർദ്ധിപ്പിച്ചു. കോട്ട് ഇൻ ദി റെയിനിന് ശേഷം ചാപ്ലിൻ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്യാൻ മാർക്ക് സെനറ്റ് ചാപ്ലിന് അനുവാദം നൽകി. ചാപ്ലിൻ്റെ ഓരോ ചിത്രത്തിനും കരാർ തുക കൂടാതെ $25 അധികമായി നൽകി അദ്ദേഹം ചാപ്ലിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ ഒന്നെന്ന നിലയിൽ പുറത്തു വന്ന ചിത്രങ്ങൾ ചാർലിക്ക് പണവും പ്രശസ്തിയും നൽകി. സ്റ്റേക്ക് ഹാൻഡ്, ഡഫ് ആൻഡ് ഡൈനാമൈറ്റ്, ലാഫിംഗ് ഗ്യാസ് തുടങ്ങിയ ചാപ്ലിൻ ചിത്രങ്ങൾ തകർപ്പൻ വിജയങ്ങളായി മാറി. ചാപ്ലിൻ്റെ ശുപാർശയിൽ സിഡ്നിക്കും കീസ്റ്റോണിൽ നടനായി അവസരം ലഭിച്ചു. 1914 നവംബറിൽ മാർക്ക് സെനറ്റ് സംവിധാനം ചെയ്ത മുഴുനീള ഫ്യൂച്ചർ ചലച്ചിത്രത്തെ വലിയ വിജയമാക്കി തീർക്കുന്നതിൽ ചാപ്ലിൻ്റെ അഭിനയ മികവ് നിർണായകമായി. $1250 ആയിരുന്നു ആഴ്ചയിൽ SNA ചാപ്ലിന് വാഗ്ദാനം ചെയ്ത ശമ്പളം.
ചിത്രങ്ങളുടെ വിജയമനുസരിച്ച് $10,000 ബോണസും എസ്ഐന് ചാപ്ലിന് നൽകാമെന്നേറ്റു. കമ്പനിക്ക് വേണ്ടി ചാപ്ലിൻ നിർമ്മിച്ച ആദ്യ ചിത്രം ഹിസ് ന്യൂ ജോബ് ചലച്ചിത്ര ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഓരോ ചിത്രവും പ്രേക്ഷകരെ ചാപ്ലിനുമായി ഏറെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ന്യൂയോർക്കിൽ ചാപ്ലിൻ്റെ രൂപമുള്ള പാവകളും മെഡലുകളും പ്രതിമകളുമൊക്കെ വിൽപ്പനയ്ക്കെത്തി. പരസ്യ കമ്പനികൾ ചാപ്ലിനെ തങ്ങളുടെ പരസ്യത്തിലെത്തിക്കാൻ മത്സരിച്ചു. കൈനിറയെ പണം. ഒരു നേരത്തെ ആഹാരത്തിനായി ഹോട്ടലിൻ്റെ വാതിലിൽ ആർത്തിയോടെ നിന്ന ബാല്യത്തെ സമ്പന്നതയുടെ ഇക്കാലത്തും ചാപ്ലിൻ മനസ്സിൽ സൂക്ഷിച്ചു. 1918 ഒക്ടോബർ 23 ചാപ്ലിനും മിൽഡ്രഡ് ഹാരിസും വിവാഹിതരായി. മിൽഡ്രഡ് ഹാരിസുമായുള്ള ചാപ്ലിൻ്റെ ദാമ്പത്യം അത്ര സുഗമമായിരുന്നില്ല. മിൽഡ്രഡിനെ വിവാഹം കഴിക്കാനുള്ള തൻ്റെ തീരുമാനം അബദ്ധവും എടുത്തുചാട്ടവുമായിരുന്നെന്ന് ചാപ്ലിന് തോന്നി. മിൽഡ്രഡിൽ പിറന്ന നോർമൻ സ്പെൻസർ ചാപ്ലിൻ 3-ാം ദിവസം മരിക്കുക കൂടി ചെയ്തതോടെ സംഘർഷകഭരിതമായ ഇവരുടെ ജീവിതത്തെ കൂട്ടിയിണക്കാനുള്ള അവസാന കണ്ണിയുമില്ലാതായി. 1920 ഏപ്രിലിൽ ചാപ്ലിനും മിൽഡ്രഡും ഉഭയകക്ഷി സമ്മതപ്രകാരം വിവാഹബന്ധം വേർപെടുത്തി. വ്യക്തിപരമായ ദുഃഖത്തിൽ നിന്ന് ചലച്ചിത്രത്തിലേക്ക് ഒരു വഴി രൂപപ്പെട്ടു വരുന്നതായി അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഒന്നും ഉരുക്കഴിക്കാനാവാത്ത അവസ്ഥ. മകൻ ജീവിച്ചിരുന്നുവെങ്കിൽ അവനും ഊരുതണ്ടിയായ പിതാവും ചേർന്ന് നടത്തുന്ന ജീവിതമായിരുന്നു മനസ്സിൽ. പാശ്ചാത്യ ചലച്ചിത്ര ലോകത്തിൻ്റെ രസക്കൂട്ടുകളും സിദ്ധാന്തങ്ങളും നിയമങ്ങളും മാറ്റിമറിക്കുന്ന ഒരു ചലച്ചിത്രം. ജാക്കി കൂഗൻ എന്ന കുരുന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ചാപ്ലിനിൽ ഒരു വെള്ളി വെളിച്ചം പോലെ കടന്നു വന്നു. ചലച്ചിത്രത്തിൻ്റെ വേദപുസ്തകമായി മാറാൻ കരുത്തുണ്ടായിരുന്ന ദി കിഡ് എന്ന അഭ്രകാവ്യം ചാപ്ലിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു തുടങ്ങി. 1921 ദി കിഡ് ന്യൂയോർക്കിൽ പ്രദർശനത്തിനെത്തി. പ്രദർശനം ദിവസങ്ങൾ പിന്നിടുമ്പോഴും കിഡ് കാണാനെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായില്ല. ചിത്രം കാണാൻ കൂടുതൽ പ്രദർശനശാലകളിൽ അവസരമൊരുക്കി കൊടുക്കാൻ അമേരിക്കൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി. അന്നുവരെ മറ്റൊരു ചലച്ചിത്രകാരനും സങ്കല്പിക്കാൻ കഴിയാതിരുന്ന ഉയരങ്ങളിലേക്ക് ചാപ്ലിൻ സ്വയം ഉയർന്നു. ദി കിഡ് എന്ന 6 റീൽ കോമഡി എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ചരിത്രമായി മാറുകയായിരുന്നു. ദി കിഡ് ലോകമെമ്പാടും പ്രദർശന വിജയം നേടുമ്പോൾ 1921 ഓഗസ്റ്റ് 27 ചാപ്ലിൻ തൻ്റെ ജന്മനാട്ടിലേക്ക് യാത്രയായി. വർഷങ്ങൾക്ക് മുമ്പ് ആരാലും അറിയപ്പെടാതെ അമേരിക്കയിലേക്ക് കപ്പൽ കയറിയ ആ പഴയ തെണ്ടിപ്പയ്യനെ സ്വീകരിക്കാൻ ലണ്ടൻ തുറമുഖത്തേക്ക് ജനക്കൂട്ടം ഇരച്ചെത്തി. തന്നെ ഒരു നോക്ക് കാണുവാൻ തിരക്ക് കൂട്ടുന്ന പുരുഷാരം ചാപ്ലിനെ അത്ഭുതപ്പെടുത്തി. അവധിക്കാലം ചെലവഴിച്ച് ചാപ്ലിൻ മടങ്ങിയെത്തി. അതോടെ സ്വീകരിച്ചു. അമ്മ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു വൃദ്ധയാണ് കയറി വരുന്നതെന്ന് ചാപ്ലിന് തോന്നിപ്പോയി. ഇടയ്ക്കിടെ ചാപ്ലിനോടും സിഡ്നിയോടുമൊപ്പം സ്റ്റുഡിയോയിലെത്തി ഹന്ന മക്കളുടെ അഭിനയം കണ്ടിരുന്നു. എ വുമൺ ഓഫ് പാരീസ് സാമ്പത്തികമായി പരാജയപ്പെട്ടത് ചാപ്ലിൻ്റെ സൃഷ്ടിപരമായ കഴിവുകളെ തളർത്തിയില്ല. ക്ലോസപ്പിൽ ജീവിതം ഒരു ദുരന്തമായിരിക്കാം, പക്ഷേ ലോങ് ഷോട്ടിൽ അതൊരു തമാശയാണെന്ന ചാപ്ലിൻ സിദ്ധാന്തം ഗോൾഡ് റഷ് എന്ന ചലച്ചിത്രത്തിലും ഇഴചേർന്നു. പ്രകൃതി പ്രതിഭാസങ്ങളുടെ മുന്നിൽ നിസ്സഹായനായ മനുഷ്യൻ തന്നെ നോക്കി സ്വയം ചിരിക്കുന്ന പരിഹാസ ചിരി പോലെ ചാപ്ലിൻ്റെ മനസ്സിൽ ഗോൾഡ് റഷിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഇഴയടുപ്പം പ്രാപിച്ചുകൊണ്ടിരുന്നു. ശരിയായ ഒരു തിരക്കഥയില്ലാതെ ചാപ്ലിൻ തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി. 1924 നവംബറിൽ മെക്സിക്കോയിലെ സൊനാവറിൽ വെച്ച് ചാപ്ലിൻ ലിഡ ഗ്രേയെ വിവാഹം കഴിച്ചു. ലോകമെമ്പാടുമുള്ള പ്രദർശനശാലകളിൽ ഗോൾഡ് റഷ് വൻ വിജയം നേടുമ്പോൾ ലിഡ ഗ്രേയുമായുള്ള ചാപ്ലിൻ്റെ ദാമ്പത്യം ദാരുണമായി പരാജയപ്പെടാൻ തുടങ്ങിയിരുന്നു. ലിഡ ഗ്രേയുമായുള്ള വിവാഹശേഷവും
ചാപ്ലിൻ തന്റെ പതിവ് ശൈലിയിൽ സർഗസപര്യ തുടർന്നു. തന്നെ മറന്നുകൊണ്ടുള്ള ചാപ്ലിന്റെ ചലച്ചിത്ര വഴി ലിഡയെ ചൊടിപ്പിച്ചു. ലിഡ ചാപ്ലിൻ ദമ്പതികൾക്ക് പിറന്ന സിഡ്നിയുടെയും ചാർലിയുടെയും കൊഞ്ചലുകൾക്ക് പോലും തകർന്നു തുടങ്ങിയ ദാമ്പത്യത്തെ കൂട്ടിയിണക്കാൻ കഴിയാതെ വന്നു. ദീർഘകാലമായുള്ള കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ സിഡ്നിക്കും ചാർലിക്കും $2 ലക്ഷം ജീവനാശം നൽകാൻ ഉത്തരവിട്ട കോടതി ഈ ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിച്ചു. തൻ്റെ ചെറുമക്കൾ സിഡ്നിയുടെയും ചാർലിയുടെയും പെട്ടെന്നുള്ള വേർപിരിയൽ ഏറ്റവും കൂടുതൽ തളർത്തിയത് ഹന്നയായിരുന്നു. അവരെ ഓമനിക്കാൻ ഇടയ്ക്കിടെ ചാപ്ലിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്താറുണ്ടായിരുന്ന ഹന്നയുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കാൻ തുടങ്ങി. ഒരു ജീവിതകാലം മുഴുവൻ നീണ്ട യാതനകൾക്കൊടുവിൽ ദുരന്തങ്ങളെ അസാധാരണ ധീരതയോടെ നേരിട്ട് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അമൂല്യമായ ഉൽപ്പന്നമായി ചാൾസ് സ്പെൻസർ ചാപ്ലിനെ ലോകത്തിന് സമ്മാനിച്ച ആ അമ്മ അടുത്ത ദിവസം ജീവിതത്തോട് യാത്ര പറഞ്ഞു. അമ്മയുടെ മരണം ദുരിതപൂർണമായ ബാല്യകാലത്തിന്റെ ഓർമ്മ ചിത്രങ്ങളിലേക്ക് ചാപ്ലിനെ കൂട്ടിക്കൊണ്ടുപോയി. ലണ്ടൻ ചേരിയിലെ അഴുക്കുചാലിൽ ഒടുങ്ങുമായിരുന്ന തൻ്റെ ജീവിതത്തെ സ്നേഹത്തിൻ്റെ ചിറകിന് കീഴിൽ ചേർത്ത് പിടിച്ച അമ്മയുടെ ഓർമ്മകൾ കണ്ണീർ ചാലായി ചാപ്ലിൻ്റെ കവിളുകളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. ദി സർക്കസിനു ശേഷം സിറ്റി ലൈറ്റ്സ് എന്ന പ്രണയകഥ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ ചാപ്ലിൻ തയ്യാറെടുക്കുമ്പോൾ വാർണർ ബ്രദേഴ്സ് അവരുടെ മുഴുനീള ശബ്ദചിത്രം ലൈറ്റ്സ് ഓഫ് ന്യൂയോർക്കിൻ്റെ പ്രഥമ പ്രദർശനം നടത്തി. ലൈറ്റ്സ് ഓഫ് ന്യൂയോർക്ക് കണ്ടിറങ്ങിയ ചാപ്ലിന് ശബ്ദചിത്രത്തോട് മതിപ്പ് തോന്നിയില്ല. ഭാവാഭിനയത്തിൻ്റെ അനന്ത സാധ്യതകൾ ശബ്ദം ഇല്ലാതാക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഹോളിവുഡിനെ ഒഴിവാക്കി ലോസ് ആഞ്ചലസിലെ ബ്രോഡ്വേ പ്രദർശനശാലയിൽ സിറ്റി ലൈറ്റ്സ് അവതരിപ്പിക്കാൻ ചാപ്ലിൻ തീരുമാനിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ $4 ലക്ഷം സിറ്റി ലൈറ്റ്സ് വാരിക്കൂട്ടി. സിറ്റി ലൈറ്റ്സിൻ്റെ പ്രദർശന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി 1931 ചാപ്ലിൻ യൂറോപ്യൻ പര്യടനം ആരംഭിച്ചു. ലണ്ടനിലെത്തിയ അദ്ദേഹം പതിവ് പോലെ തൻ്റെ ബാല്യകാല വിഹാര കേന്ദ്രങ്ങളിലൂടെ രഹസ്യമായി അലഞ്ഞു നടന്നു. ചലച്ചിത്ര ലോകത്തേക്ക് തന്നെ വളർത്തിവിട്ട ലാംബത്തിലെ തെരുവിനോട് ചാപ്ലിനും വല്ലാത്ത അഭിനിവേശമുണ്ടായിരുന്നു. ഈ തെരുവിൽ താൻ അനുഭവിച്ച ദാരിദ്ര്യവും ഇവിടെ കണ്ടുമുട്ടിയ ജീവിതങ്ങളുമായിരുന്നു തന്നെ ലോകപ്രശസ്തനായ ചലച്ചിത്രകാരനാക്കിയതെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. കെന്നിങ്ടൺ തെരുവിലൂടെ അലഞ്ഞു നടന്ന ചാപ്ലിൻ പകലുകളിൽ ബ്രിട്ടനിലെ പൗരപ്രമുഖർക്ക് തന്നെ വന്ന് കാണുവാൻ അവസരമൊരുക്കി. വിൻസ്റ്റൺ ചർച്ചിൽ, ജോർജ് ബർണാഡ് ഷാ, H.G. വെൽസ് തുടങ്ങിയ പ്രമുഖർ കെന്നിങ്ടൺ പാർക്കിൽ അലഞ്ഞു നടന്ന ആ പഴയ തെണ്ടിപ്പയ്യനെ കാണാൻ അനുവാദം കാത്തുനിന്നു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ നേതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നേരിൽ കാണണമെന്ന് ചാപ്ലിന് തോന്നി. ഗാന്ധിയുടെയും ചാപ്ലിൻ്റെയും സന്ദർശന വിവരമറിഞ്ഞ ജനം തെരുവുകളെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു. കൂടിക്കാഴ്ചയ്ക്കായി ഗാന്ധി അനുവദിച്ച സമയത്തിന് മുമ്പേ ചാപ്ലിനെത്തി. ഗാന്ധിജി എത്തും വരെ ക്ഷമയോടെ അദ്ദേഹം കാത്തിരുന്നു. ബ്രിട്ടീഷ് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളോട് ചാപ്ലിൻ ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത ആദരം. അത്ഭുതത്തോടെ ചാപ്ലിൻ ഗാന്ധിജിയെ നോക്കി നിന്നു. മോഡേൺ ടൈംസിൻ്റെ ചിത്രീകരണ കുറിപ്പുകൾ എഴുതാനിരിക്കുമ്പോൾ സംഘർഷപൂർണമായിരുന്നു ചാപ്ലിൻ്റെ മനസ്സ്. തൻ്റെ മുൻമുഴുനീള ചിത്രങ്ങളുടെ നൈരന്തര്യം ഇതിലെവിടെയും രൂപപ്പെടാത്തത് ചാർലിയെ അലോസരപ്പെടുത്തി. പക്ഷേ വ്യത്യസ്തമായ എന്തോ ഒന്ന് മോഡേൺ ടൈംസിലുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. മോഡേൺ ടൈംസിലെ ഊരുതെണ്ടി മറ്റു ചിത്രങ്ങളിലേതിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. മോഡേൺ ടൈംസിൻ്റെ ചിത്ര സംയോജനം ആരംഭിക്കും മുമ്പേ പൗലറ്റ് ഗൊദാർഡും ചാപ്ലിനുമായുള്ള വിവാഹം നടന്നു. 21 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. മോഡേൺ ടൈംസിൻ്റെ കഥ ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു.
ഈ സന്തോഷ വാർത്തയ്ക്കിടയിൽ അദ്ദേഹം പൗലറ്റ് ഗൊദാർഡുമൊത്ത് ഹോങ്കോങ്ങിലേക്ക് യാത്രയായി. ഈ ഉല്ലാസയാത്രയ്ക്കിടയിലും തൻ്റെ പുതിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ചാപ്ലിൻ്റെ മനസ്സു നിറയെ. ചാപ്ലിൻ്റെ മനസ്സിൽ പുതിയൊരു കഥയുടെ മിന്നലാട്ടമുണ്ടായി. ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിൻ്റെ ഫ്രെയിമുകൾ ചാപ്ലിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ മാറിയും മറിഞ്ഞും വന്നു. തൻ്റെ കയ്യിലുള്ള ഏക ആയുധം ഹാസ്യമാണ്. അതുപയോഗിച്ച് ഹിറ്റ്ലർക്കെതിരെ ഒരാക്രമണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ദി ഗ്രേറ്റ് ഡിക്റ്റേറ്ററിൻ്റെ ചിത്രീകരണം ആരംഭിച്ചു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചിത്രത്തിൻ്റെ ഏറ്റവും അവസാന രംഗമായിരുന്നു ആദ്യം ചിത്രീകരിച്ച് പൂർത്തിയാക്കിയത്. ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടത്തെ പുനരവതരിപ്പിച്ചുകൊണ്ടാണ് ചാപ്ലിൻ ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആരംഭിച്ചത്. ചിത്രീകരണം പൂർത്തിയാക്കിയ ചാപ്ലിൻ എത്രയും വേഗം അതിൻ്റെ ചിത്ര സംയോജനം നിർവഹിച്ചു. ഈ ചലച്ചിത്രം അമേരിക്കയിലും ബ്രിട്ടനിലും പ്രദർശന വിജയം നേടി. ജോവാൻ ബാരിയുമായി ചാപ്ലിനുണ്ടായിരുന്ന അടുപ്പവും പാരാമൗണ്ടിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ പൗലറ്റ് ഗൊദാർഡ് കരാർ ഒപ്പിട്ടതും ചാപ്ലിൻ്റെ മൂന്നാം ദാമ്പത്യത്തെയും ശിഥിലമാക്കി. 1942 ചാർലി ചാപ്ലിനും ഗൊദാർഡും വഴിപിരിഞ്ഞു. 1943 ജൂൺ മാസത്തിൽ ചാപ്ലിൻ ഊന എന്ന 17-കാരിയെ വിവാഹം കഴിച്ചു. ചാർലി ചാപ്ലിൻ അന്ന് 53 വയസ്സായിരുന്നു. തൻ്റെ വ്യക്തി ജീവിതത്തെയും ചിന്തകളെയും അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുള്ള ചോദ്യങ്ങളോട് ശക്തമായി തന്നെ ചാപ്ലിൻ തിരിച്ചടിച്ചു. നിസ്സംഗതയായിരുന്നു എവിടെയും. അമേരിക്കയിലെ മനം മടുപ്പിക്കുന്ന തിരക്കുകളിൽ നിന്ന് കുറച്ചുകാലം വിശ്രമം. കുടുംബസമേതം അദ്ദേഹം തൻ്റെ പിതൃരാജ്യത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ന്യൂയോർക്ക് തുറമുഖത്ത് നിന്നും ക്യൂൻ എലിസബത്തിൽ സതാംപ്ടണിലേക്കുള്ള കടൽ യാത്രയുടെ 2ാം നാൾ. നടുക്കടലിൽ വെച്ച് ചാപ്ലിൻ റേഡിയോയിലൂടെ ആ വാർത്ത അറിഞ്ഞു. അമേരിക്ക ചാപ്ലിനെ പുറത്താക്കിയിരിക്കുന്നു. അമേരിക്കയിലേക്ക് തിരികെ വരാൻ ചാപ്ലിനെ അനുവദിക്കേണ്ടെന്ന സർക്കാർ തീരുമാനമനുസരിച്ച് അറ്റോർണി ജനറൽ ജെയിംസ് മക്കാർണിയുടേതാണ് പ്രഖ്യാപനം. ചാപ്ലിൻ രാജ്യത്തിന് പുറത്തു കടക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഭരണകൂടം. എന്തിനായിരുന്നു ഇത്രയും വലിയ ഒരു ചതിയെന്ന് എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഒരു ജന്മം കൊണ്ട് സമ്പാദിച്ചതെല്ലാം അമേരിക്കയിലാണ്. ഇനി ഒരിക്കലും അവിടേക്ക് എത്തരുതെന്ന് ഭരണകൂടം വിലക്കുന്നു. അപ്രതീക്ഷിതമായ ഈ ഇരുട്ടടിയിൽ ചാപ്ലിൻ പകച്ചുപോയി. കപ്പൽ സതാംപ്ടൺ തുറമുഖത്തടുത്തു. ചാപ്ലിനെ പത്രപ്രവർത്തകർ വലയം ചെയ്തു. അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ആക്രമണങ്ങളെ അതിനിശിതമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു. ഇത് കലാകാരന്മാരുടെ കാലമല്ല, രാഷ്ട്രീയത്തിൻ്റെ വൃത്തികെട്ട കാലമാണ്. ചെറിയ വിമർശനങ്ങളെപ്പോലും അവർ അസഹിഷ്ണുതയോടെയാണ് വീക്ഷിക്കുന്നത്. ഞാനൊരു കലാപകാരിയല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ മാത്രം വിശ്വസിക്കുന്നു. തൻ്റെ നയം വ്യക്തമാക്കിയ ശേഷം ചാപ്ലിൻ അക്ഷോഭ്യനായി പുറത്തേക്കിറങ്ങി. ഹോളിവുഡിലെ മായക നക്ഷത്ര ലോകത്തു നിന്നും തിരസ്കൃതനായെങ്കിലും അവിടെ നിന്ന് മനുഷ്യ മനസ്സിലേക്ക് കുടിയേറിയ ചാപ്ലിനെ കാണാൻ ഒരു വൻ പുരുഷാരം സതാംപ്ടൺ തുറമുഖത്തിന് പുറത്തും അദ്ദേഹം കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനുകളിലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പൂച്ചെണ്ടുകൾ നൽകിയും പൂക്കൾ വാരി വിതറിയും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അയഞ്ഞു തൂങ്ങിയ പാൻസും വലിയ ഷൂസും ഇറുകിയ കോട്ടും ബൗളർ ഹാറ്റും മുറി മീശയും കയ്യിൽ ഊന്നുവടിയുമായി എത്തിയ 100 കണക്കിന് ചാപ്ലിന്മാരുണ്ടായിരുന്നു ആ ജനക്കൂട്ടത്തിൽ. കെന്നിങ്ടൺ നഗരത്തിലെ തെരുവുകളിൽ ഒരു നേരത്തെ ആഹാരത്തിൽ അലഞ്ഞു നടന്ന ആ പഴയ തെണ്ടിപ്പയ്യൻ അവരുടെ വികാരമായി മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഒന്ന് സ്പർശിക്കാൻ, ഒന്ന് അടുത്തു കാണാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയം ഭേദിക്കാൻ പോലും ചിലർ തയ്യാറായി. കാലം ചാപ്ലിനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനിടെ 1962 വിശ്വവിഖ്യാതമായ ഓക്സ്ഫോർഡ് സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിക്കാൻ തീരുമാനിച്ചു.
സ്വിറ്റ്സർലൻഡിലെ പ്രവാസ ജീവിതത്തിനിടയിലും നിരവധി ലോക നേതാക്കൾ അദ്ദേഹവുമായുള്ള സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു. താനൊരു വിശ്വപൗരനാണെന്ന ബോധ്യം ചാപ്ലിനിൽ ഈ സൗഹൃദങ്ങൾ കൂട്ടിയുറപ്പിച്ചു. അമേരിക്കയുമായി സകല ബന്ധവും ഉപേക്ഷിച്ചിരുന്നെങ്കിലും അവിടെ നിന്നും ആരാധകരുടെ കത്തുകൾ ചാപ്ലിനെ തേടിയെത്തി. 1964 അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതി പൂർത്തിയാക്കി. 52 വർഷവും 3 മാസവുമായി 80-ൽ പരം ചലച്ചിത്രങ്ങളിലേക്ക് നീണ്ട ചാപ്ലിൻ്റെ ചലച്ചിത്ര ജീവിതത്തിന് എ കൗണ്ട്സ് ഫ്രം ഹോങ്കോങ്ങോടെ തിരശ്ശീല വീഴുകയായിരുന്നു. എ കൗണ്ട്സ് ഫ്രം ഹോങ്കോങ് സാമ്പത്തികമായി പരാജയപ്പെട്ടെങ്കിലും ചിത്രത്തിനു വേണ്ടി ചാപ്ലിൻ എഴുതി ചിട്ടപ്പെടുത്തിയ ദിസ് ഈസ് മൈ സോങ് എന്ന് തുടങ്ങിയ ഗാനം ലോകവ്യാപകമായി പ്രസിദ്ധി നേടി. 1970-കളുടെ തുടക്കത്തിൽ അമേരിക്ക ചാപ്ലിൻ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിൽ ഇളവ് വരുത്തി. അമേരിക്കയിലെ ചലച്ചിത്ര ശാസ്ത്രകാല അക്കാദമിയും ഒരു ഫിലിം സൊസൈറ്റിയും ചാപ്ലിനെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണിച്ച് അദ്ദേഹത്തിന് എഴുതി. ചാപ്ലിൻ എന്ന തെണ്ടിപ്പയ്യനെ സർവാദരണീയനായ ചാർലി ചാപ്ലിനാക്കി മാറ്റിയ മണ്ണിലേക്ക് പകയും വിദ്വേഷവും മാറ്റിവെച്ച് 1973 ഏപ്രിൽ 3 നീണ്ട 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു കുറി കൂടി ചാപ്ലിനെത്തി. ഹൃദ്യമായിരുന്നു ചാപ്ലിന് ലഭിച്ച വരവേൽപ്പ്. അമേരിക്കൻ ഭരണകൂടവും പത്രങ്ങളും ചെയ്ത തെറ്റിന് ഈ വരവേൽപ്പിലൂടെ അവർ അനശ്വര നക്ഷത്രത്തോട് മാപ്പിരന്നു. ഓസ്കാർ പുരസ്കാരം സ്വീകരിക്കുമ്പോൾ പ്രതികാരമോ സഹതാപമോ ദയയോ സ്നേഹവായ്പോ എന്ന് വേർതിരിച്ചറിയാനാകാത്ത ഒരു വൈകാരിക ഭാവമായിരുന്നു ചാപ്ലിൻ്റെ മുഖത്ത്. 1975 പുസ്തക പ്രകാശത്തിനായി അദ്ദേഹം ലണ്ടനിലെത്തി. പുസ്തക പ്രസാധനം കഴിഞ്ഞ ശേഷം ചാർലി ചാപ്ലിൻ ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും നൈറ്റ്ഹുഡ് പദവി ഏറ്റുവാങ്ങി. 1977 മകൾ വിക്ടോറിയയും കുടുംബവും സ്വിറ്റ്സർലൻഡിൽ എത്തുന്നുവെന്ന വാർത്ത ചാപ്ലിനെ സന്തോഷിപ്പിച്ചു. മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പമുള്ള ക്രിസ്മസ് കാലത്തിൻ്റെ ലഹരി അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഓരോ ചലനത്തിലും പ്രകടമായിരുന്നു. സന്തോഷകരമായ ആ ക്രിസ്മസ് രാത്രിയിൽ എല്ലാവർക്കും ശുഭരാത്രി നേർന്ന ചാപ്ലിൻ തൻ്റെ ഉറക്കറയിലേക്ക് പോയി. ജീവിതത്തിൻ്റെ തിരക്കഥയിലെ അവസാന രംഗവും പൂർത്തിയായി.